അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കുറച്ച് ഓൺലൈൻ ടീച്ചിങ് ജോബ്സിനെ കുറിച്ചാണ് സംസാരിച്ചത്. അപ്പോൾ ഞാൻ എൻ്റെ ഒരു വർക്ക് ഫ്രം ഹോം ജേണിയിൽ, അതായത് എൻ്റെ മെറ്റേണിറ്റി ബ്രേക്കിൻ്റെ ടൈമിലാണല്ലോ നമ്മൾ ഇതൊക്കെ ടേക്കപ്പ് ചെയ്തത്. ഇത് കൂടാതെ ഞാൻ വേറൊരു ഓൺലൈൻ ജോബ് ഏരിയയിൽ ഞാൻ വർക്ക് ചെയ്തത് നമ്മുടെ എഡ്യൂക്കേഷൻ കൗൺസിലർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഏരിയ ആയിരുന്നു കേട്ടോ. അപ്പം ഇതിൽ ഞാൻ കൂടുതലായിട്ട് വർക്ക് ചെയ്തിട്ടുള്ളത് എഡ്ടെക്സ് വഴിയാണ്. എല്ലാം ഓൺലൈൻ ജോബ്സ് തന്നെയാണ് ഞാൻ ചെയ്തത്. പക്ഷേ ഇവിടെ നമ്മൾ ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബേസിക്കലി എഡ്യൂക്കേഷൻ കൗൺസിലർ എന്ന് പറഞ്ഞാൽ അവരുടെ വർക്ക് സ്റ്റുഡൻസുമായിട്ട് സംസാരിച്ചിട്ട് അവരുടെ നീഡ്സ് ഒക്കെ മനസ്സിലാക്കി അവർക്ക് വേണ്ടുന്ന കോഴ്സ് സജസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങളുടെ കമ്പനി അവർ ഓഫർ ചെയ്യുന്ന ആ ഒരു കോഴ്സസിലേക്ക് അവരെ എൻറോൾ ചെയ്യിപ്പിക്കുക എന്നൊക്കെ ഉള്ളതാണ്. അപ്പം ഈ ഒരു ജോബ് വളരെ നല്ലതാണ്. നിങ്ങൾക്ക് ഒരു സംസാരിക്കാനൊക്കെ ഒരുപാട് ഇഷ്ടമാണ്, സെയിൽസിലൊക്കെ കുറച്ച് അഭിരുചികളാണെങ്കിൽ ഈ ഒരു ജോബ് നിങ്ങൾക്ക് വളരെ വളരെ നല്ലതാണ്. കാരണം നിങ്ങൾക്ക് വർക്ക് ഫ്രം ഹോം ആണത്. നിങ്ങൾക്ക് ഇതിനകത്ത് പ്രത്യേകിച്ച് ട്രാവലിംഗ് കാര്യങ്ങൾ അങ്ങനെയൊന്നും വരുന്നില്ല. അപ്പോൾ നിങ്ങൾ ചേച്ചി സ്റ്റുഡൻറ്റുമായിട്ട് സംസാരിക്കുന്നു, അല്ലെങ്കിൽ ആരാണോ നിങ്ങളുടെ കസ്റ്റമർ, ചിലപ്പോൾ അബ്രോഡ് പോകുന്ന ആൾക്കാരും ആവാം. അതായത് അങ്ങനത്തെ ഒരു കൺസൾട്ടൻസിയിലും ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളുടെ ക്ലയൻസുമായിട്ട് നിങ്ങൾ സംസാരിക്കുന്നു, അവർ നിങ്ങളെ കൺവിൻസ് ചെയ്യുന്നു, ആൻഡ് അവർ നിങ്ങളുടെ കമ്പനിയുടെ പ്രോഡക്റ്റ് എടുക്കുന്നു അല്ലെങ്കിൽ നിങ്ങളുടെ സർവീസ് എടുക്കുന്നു. ആൻഡ് അതിനനുസരിച്ചിട്ട് ഈ ഒരു ജോബിന്റെ ആദ്യം ഞാൻ ഗുണങ്ങൾ പറയാം. ഈ ഒരു ജോബിൽ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്കൊരു ബേസ് സാലറി കുറവാണെങ്കിലും നമുക്ക് ഒരുപാട് ഇൻസെന്റീവ്സ് ഒക്കെ ഏൺ ചെയ്യാനുള്ള ഒരു പൊട്ടൻഷ്യൽ ഉണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ആളുകളോട് സംസാരിക്കുന്ന ഒരുപാട് ഇഷ്ടമാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു കൺവിൻസിങ് പവറൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ഇത് വളരെ വളരെ നല്ലൊരു ജോബാണ്. കാരണം നിങ്ങൾക്ക് ഇൻസെന്റീവ്സ് ഒക്കെ വളരെ ഈസി ആയിട്ട് മേടിച്ചെടുക്കാൻ പറ്റും. ആൻഡ് ഇതൊരു ഹൈ ഇൻകം സ്കില്ലും ഇതൊരു ഹൈ ഇൻകം ജോബ് ആവുന്നതും നിങ്ങൾക്ക് ഇൻസെന്റീവ് ഉള്ളത് കൊണ്ടാണ്. ഇപ്പോൾ നമുക്ക് ബേസിക് സാലറി ഒരു 20,000-30,000 ആണെങ്കിൽ പോലും ഇൻസെന്റീവ്സ് കൊണ്ട് 80,000-90,000 ഒക്കെ മേടിക്കുന്ന എംപ്ലോയീസ് ഞങ്ങളുടെ കമ്പനിയിൽ ഉണ്ടായിരുന്നു. എനിക്കും അതുപോലത്തെ ഒരു ഇൻകം ഇടയ്ക്കിടയ്ക്ക് കിട്ടാറുണ്ടായിരുന്നു. ഓക്കെ, അപ്പം ഈ എഡ്യൂക്കേഷൻ കൗൺസിലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആദ്യം തന്നെ നമ്മൾ എന്താ പറയുക, നമ്മൾ കുറച്ച് ഗ്രൗണ്ട് വർക്ക് ഒക്കെ ചെയ്തിട്ട് വേണം നമ്മൾ ഈ ജോബിലേക്ക് ഇറങ്ങാനായിട്ട്. അതായത് നമ്മളിപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന, അതായത് പർട്ടിക്കുലർ സ്ട്രീമിൽ എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കമ്പനിയാണോ, അല്ലെങ്കിൽ നമ്മൾ അബ്രോഡ് പോകാൻ വേണ്ടി ആൾക്കാരെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കൺസൾട്ടൻസി പോലത്തെ ഒരു ഫേം ആണോ, അതിനനുസരിച്ച് നമ്മൾ കുറച്ച് ഗ്രൗണ്ട് വർക്ക് ചെയ്തിരിക്കണം. അതായത് സബ്ജക്ട് വൈസ് നോളേജ്, കുട്ടികൾ എന്തായിരിക്കും നോക്കുന്നത്, അവരുടെ പേരൻസ് എന്തായിരിക്കും അവരുടെ താല്പര്യം, ഇതിനൊക്കെ ഒരു ചെറിയ ട്രെയിനിങ് നിങ്ങൾക്ക് കമ്പനിയിൽ നിന്ന് തന്നെ കിട്ടും. പക്ഷേ നിങ്ങൾ തന്നെ ഒരു ഗ്രൗണ്ട് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ വളരെ വളരെ നല്ലതായിരിക്കും. അപ്പം ഇത്രയും നേരം സംസാരിച്ചത് ഇതിൻ്റെ ഒരു പോസിറ്റീവ്സ് ആയിരുന്നു. ഇനി കുറച്ച് നെഗറ്റീവ്സ് പറയാനുള്ളത്, ഇതിനകത്ത് നമുക്ക് ടാർഗറ്റ്സ് വരുന്നുണ്ട്. ടാർഗറ്റ്സ് എന്ന് പറയുന്നത് നെഗറ്റീവ് അല്ല, കാരണം ടാർഗറ്റ് അടിച്ച് അത് പിന്നെ സ്ലാബ് വൈസ് ഒക്കെ നിങ്ങൾ മുകളിലേക്ക് കയറിപ്പോയി ഒരുപാട് സെയിൽസ് ചെയ്താലാണ് നിങ്ങൾക്ക് ഇൻസെന്റീവ്സ് എത്തുക. പക്ഷെ ചിലർക്ക് ഈ ടാർഗറ്റ് പ്രഷർ എന്ന് പറയുന്ന ഒരു പ്രഷർ തന്നെ ആയിരിക്കും അല്ലേ. ആൻഡ് നമ്മൾ ഈ ഓഫ് സീസൺ ടൈമിൽ ഈ ഒരു ടാർഗറ്റ് മെയിൻറ്റെയിൻ ചെയ്യാന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ അതിനുവേണ്ടി നിങ്ങൾ നല്ല സീസണുള്ള ടൈമിൽ നന്നായിട്ട് വർക്ക് ചെയ്തിട്ട് പൊട്ടൻഷ്യൽ ലീഡും നിങ്ങളുടെ പൈപ്പ് ലൈനിൽ നിങ്ങൾക്ക് ഒരുപാട് പൊട്ടൻഷ്യൽ ലീഡ്സ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഈ ഒരു പ്രോബ്ലം ടാക്കിൾ ചെയ്യാൻ പറ്റും. ആൻഡ് അഗെയിൻ ദാറ്റ് ഡിപ്പെൻഡ്സ് ഓൺ യു. അപ്പം ഈ ഒരു എഡ്ടെക് കൗൺസിലർ എന്ന് പറയുന്നത് ഞാൻ സജസ്റ്റ് ചെയ്യാൻ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം ഒരുപാട് കമ്പനീസ് നമ്മുടെ നാട്ടിൽ, ഈവൻ കേരളത്തിൽ തന്നെ ഒരുപാട് ഫേംസ് ഈ ഒരു ജോബ് നിങ്ങൾക്ക് റിമോട്ട് ജോബായിട്ട് വർക്ക് ഫ്രം ഹോം ആയിട്ട് ഓഫർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ഇതിന് പ്രത്യേകിച്ച് ലാപ്ടോപ്പ് വേണമെന്നൊന്നും എല്ലാ കമ്പനീസ് ഒന്നും പറയുന്നില്ല. നിങ്ങൾക്ക് മൊബൈൽ ഫോൺ ഉണ്ടെങ്കിലും ഈ ഒരു ജോബ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് വേണ്ടത് സംസാരിക്കാനുള്ള കഴിവാണ്, ആൾക്കാരെ കൺവിൻസ് ചെയ്യാനുള്ള കഴിവാണ്. ആൻഡ് നിങ്ങൾക്കിപ്പം നമ്മുടെ കേരളത്തിലുള്ള കമ്പനീസ് ആണെങ്കിൽ കൂടുതലും അവർ ചോദിക്കുന്നത് മലയാളം ആൻഡ് ഇംഗ്ലീഷ് മാത്രമാണ്. അതായത് നിങ്ങൾക്ക് അത്യാവശ്യം മലയാളത്തിൽ ഇംഗ്ലീഷൊന്നും അറിഞ്ഞില്ലെങ്കിൽ പോലും മലയാളം നന്നായിട്ട് സംസാരിക്കാൻ അറിയുമെങ്കിൽ അത് മതി. നിങ്ങൾക്ക് ആൾക്കാരോട് നല്ല രീതിയിൽ സംസാരിക്കാനും അവരെ ഒന്ന് ഈ ഒരു കാര്യത്തിൽ നിന്ന് കൺവിൻസ് ചെയ്തെടുക്കാനും പറ്റുവാണെങ്കിൽ ദാറ്റ് ഇസ് മോർ ദാൻ ഇനഫ്. ആൻഡ് അത് മാത്രമല്ല, നിങ്ങൾക്ക് ചില കമ്പനീസ് ആണെങ്കിൽ ഇപ്പം ഒരു ഇന്ത്യൻ കമ്പനി, ഓൾ ഇന്ത്യയിലുള്ള ഒരു കമ്പനി ആണെങ്കിൽ അവർ കുറച്ച് അതർ ലാംഗ്വേജസ് ഒക്കെ അറിയുകയാണെങ്കിൽ അവർ നിങ്ങളെ പ്രിഫർ ചെയ്യും. പക്ഷെ എങ്ങനെയാണെങ്കിലും നിങ്ങളൊരു സ്റ്റേ അറ്റ് ഹോം ആളാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ജോബ് വളരെ നല്ലതായിരിക്കും. ആൻഡ് നമ്മുടെ ഇന്ത്യൻ കമ്പനീസ് ആണെങ്കിൽ നമുക്ക് ഡേ ടൈമിൽ തന്നെ വർക്ക് ചെയ്യാം. നമുക്കങ്ങനെ ഒരുപാട് രാത്രി ടൈം നൈറ്റ് ഷിഫ്റ്റ്സ് അങ്ങനെയൊന്നും വരുന്നില്ല. കാരണം നമ്മുടെ നേരം വെളുക്കുമ്പോഴാണ് നമുക്കും ഡേ സ്റ്റാർട്ട് ചെയ്യുന്നത്, നമുക്ക് ഈവനിങ് ആകുമ്പോൾ അവിടെ തീരുന്നു. ഇവിടെ കസ്റ്റമർ അവൈലബിലിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ കസ്റ്റമർ എപ്പോഴാണോ അവൈലബിൾ ആവുന്നത് ആ ഒരു സമയത്ത് നമുക്ക് വിളിക്കേണ്ടി വരും. അപ്പം ചിലപ്പോഴൊക്കെ നമുക്ക് വർക്ക് ടൈം കുറച്ച് എക്സ്റ്റെൻഡ് ചെയ്യേണ്ടതൊക്കെ വരും. അപ്പോൾ നെഗറ്റീവ്സ് പറയുന്നത് കൊണ്ട് ഇങ്ങനെ പറഞ്ഞതേ ഉള്ളൂ. അപ്പം എഡ്ടെക്സ് ആയിട്ട് നമുക്ക് നമ്മുടെ ഫേമസ് ആയിട്ടുള്ള കോളേജ് ദുനിയ, ബൈജൂസ്, അതുപോലെ തന്നെ എം സിഗ്മ ഗോകുലം, അതുപോലെ ഒരുപാട് സ്ഥലമുണ്ട്. ഇപ്പം ബാംബിനോസ്, ഞാൻ നേരത്തെ പറഞ്ഞ എഡ്ടെക് പ്ലാറ്റ്ഫോംസ് ഒക്കെ ഇവിടെയും വരും. ബ്രൈറ്റ് ചാൻസ്, ഇവർക്കൊക്കെ എഡ്യൂക്കേഷൻ കൗൺസിലറിന്റെയും ആവശ്യമുണ്ട്. അപ്പോൾ ഞാൻ ഈ ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ കൂടുതലായിട്ടും ടാപ്പ് ചെയ്യുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലിങ്ക്ഡിനിലാണ്. അപ്പോൾ ലിങ്ക്ഡിനിൽ നിങ്ങൾ ഫിൽറ്റർ ചെയ്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് എഡ്യൂക്കേഷൻ കൗൺസിലിന് വേണ്ടിയുള്ള വേക്കൻസീസ് കാണാം. അതിലെല്ലാത്തിലും ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കുക. അവർ മെയിനായിട്ടും അസസ് ചെയ്യുന്നത് നിങ്ങളുടെ സംസാരിക്കാനുള്ള സ്കില്ലായിരിക്കും. ഓൾ ഇന്ത്യ ലെവലിലാണെങ്കിൽ കൂടുതലായിട്ടും ഇംഗ്ലീഷ്, ഹിന്ദിയൊക്കെ ചിലപ്പോഴേ ചോദിക്കുന്നുള്ളൂ. ഇംഗ്ലീഷ് ആൻഡ് എനി അതർ ഇന്ത്യൻ ലാംഗ്വേജ് എന്നായിരിക്കും അവർ ചോദിക്കുക. അതല്ല, ഇപ്പോൾ അത് കേരളത്തിലുള്ള ഒരു കമ്പനിയാണെങ്കിൽ അവർ മോസ്റ്റ്ലി മലയാളമാണ് ചോദിക്കുക. അപ്പോൾ നിങ്ങൾ ഇതിന് കുറച്ച് സ്മാർട്ടായിട്ട് സംസാരിക്കാൻ പറ്റുമെങ്കിൽ, നിങ്ങൾക്ക് ഒരു കസ്റ്റമറിനൊരു സൊല്യൂഷൻ പോലെ നമ്മുടെ പ്രോഡക്റ്റിനെ അല്ലെങ്കിൽ സർവീസിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ നിങ്ങൾ അവിടെ ജയിച്ചു കഴിഞ്ഞു. അപ്പം നിങ്ങൾ ഇവിടെയും നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് കുറച്ച് ബ്രഷപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഈ ഒരു ഏരിയയിൽ ഷൈൻ ആവാൻ പറ്റും. അപ്പം ഇന്നിപ്പം ഇത്രയേ ഉള്ളൂ. ഈ ഒരു എഡ്യൂക്കേഷൻ കൗൺസിലർ എന്നുള്ള ഈ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയെന്ന് തോന്നുന്നു. ഞാൻ ഇപ്പോൾ വന്നിട്ടുള്ള ലിങ്ക്ഡിനിൽ ഏതെങ്കിലും വന്നിട്ടുള്ള റിമോട്ട് ജോബ്സ് അങ്ങനെ എന്തെങ്കിലും കാണുകയാണെങ്കിൽ അതും കൂടെ ഷോർട്സ് ആയിട്ട് ഒന്ന് പറഞ്ഞു തരാം കേട്ടോ. ഓക്കെ, അപ്പം ഇനിയും നമുക്ക് വേറൊരു വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.